ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഫെബ്രുവരി 13 വ്യാഴം 2025. പ്രധാന വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വനംവകുപ്പ്. ഇതിനായി വനംവകുപ്പ് 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കുവാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി. വന്യമൃഗങ്ങളുടെ സ്വഭാവമാറ്റങ്ങൾ പഠിക്കാനും വിദഗ്ധ സമിതി രൂപീകരിക്കാനും വനാതിർത്തികളിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാനും കർമ്മ പദ്ധതിയിൽ തീരുമാനിച്ചു. മനുഷ്യമൃഗ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് 50 ലക്ഷം അനുവദിച്ചു. ദുരന്ത നിവാരണ വകുപ്പ് ജില്ലാ കളക്ടർക്ക് പണം കൈമാറും. വനാതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടാനും ഈ പണം ഉപയോഗിക്കാം. വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന അതീവ ഗുരുതര സാഹചര്യത്തിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കുകയോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കുകയോ ചെയ്യണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നില്ലെന്നും കാട്ടിലേക്ക് ആളുകളാണ് കടന്നു കയറുന്നുമുള്ള വനമന്ത്രിയുടെ പ്രസ്താവന കേട്ടാൽ കാട്ടുമൃഗങ്ങളാണോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തെന്ന് തോന്നിപ്പോകുമെന്നും കാടിനെക്കുറിച്ചോ മലയോരവാസികളെക്കുറിച്ചോ ചുക്കും ചുണ്ണാമ്പും അറിവില്ലാത്ത മന്ത്രിയാണ് നമുക്കുള്ളതെന്നും സുധാകരൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വനമന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ. വനമന്ത്രിക്ക് കഴിവില്ലെങ്കിൽ തിരിച്ചു വിളിക്കണമെന്നുള്ള കഴിവുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്ത് വരണമെന്നും ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ പറഞ്ഞു. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും എറണാകുളത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിരുന്ന ഭീഷണി സന്ദേശം പോലീസിന്റെ FB മെസ്സഞ്ചറിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. തെലങ്കാനയിൽ നിന്നാണ് സന്ദേശം അയച്ചതെന്ന് വ്യക്തമായതായും അയച്ച ആളിനെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകുമെന്നും അധികൃതർ അറിയിച്ചു. കൊല്ലം, കോട്ടയം, എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ ബോംബ് വെച്ചെന്ന സന്ദേശത്തെ തുടർന്ന് പരിശോധന നടത്തി. പാതിവില തട്ടിപ്പ് കേസിൽ പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അനന്തകൃഷ്ണനെന്ന് സായിഗ്രാം അനന്തകുമാർ. മുഴുവൻ സാമ്പത്തിക ഇടപാട് നടത്തിയത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും മറ്റ് ഡയറക്ടർമാർക്കോ സായിഗ്രാമിനോ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നും ആനന്ദകുമാർ വിശദീകരിച്ചു. പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ ആനന്ദകുമാറിനെ 1-ാം പ്രതിയാക്കി ഫോർട്ട് കൊച്ചിയിൽ കേസ്. അനന്തകൃഷ്ണൻ കേസിൽ 2-ാം പ്രതിയാണ്. അനന്തകുമാറിന്റെ നിർദ്ദേശപ്രകാരം അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് വഴിയാണ് പണം വാങ്ങിയെന്നാണ് പരാതി. കൊച്ചിൻ ഹെറിറ്റേജ് കൺവർസേഷൻ സൊസൈറ്റി എന്ന NGO ആണ് പരാതിക്കാർ. വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡിവിഷൻ ബെഞ്ച് സ്വമേധ എടുത്ത കേസിലാണ് നേരിട്ടെത്തിയത്. ഗതാഗതം തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും സമരങ്ങളും സംഘടിപ്പിച്ചതിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. കോടതി അലക്ഷ്യ നടപടിയിൽ നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് MV ഗോവിന്ദന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. 44 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഡിസ്ചാർജ്. 29-നാണ് MLAക്ക് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് കൊച്ചി റെനോ മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്കൊപ്പം MLA മാധ്യമങ്ങളെ കാണും. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തിയ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അറിയിച്ചു. എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത്. ഈ സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശവും നൽകി. കിഫ്ബിക്കെതിരായ പ്രതിപക്ഷ പ്രശ്നത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന പ്രതിപക്ഷ നേതാവ് നടത്തിയെന്നും കിഫ്ബിയുടെ നേട്ടങ്ങൾ പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നതിൽ അതിശയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. പുരോഗമന ആശയങ്ങളുടെ കാര്യത്തിൽ ബോധമുദിക്കാൻ CPMന് കുറഞ്ഞത് 10-15 വർഷമെങ്കിലും എടുക്കുന്നത് കേരള ജനതയ്ക്ക് പലവട്ടം ബോധ്യപ്പെട്ടാണെന്ന് രമേശ് ചന്ദ്ര. ഇപ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ ബിൽ കൊണ്ടുവന്നപ്പോൾ ആ ചരിത്രം വീണ്ടും ശരിവയ്ക്കപ്പെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘർഷം തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം 16-നും 17-നും നടത്താൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിധി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികളുടെ റിമാൻഡിൽ. ഇവരുടെ ഫോണിൽ നിന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും കണ്ടെടുത്തു. വിശദമായി ചോദ്യം ചെയ്യൽ റാഗിംഗ് നടത്തിയ വിവരം പ്രതികൾ സമ്മതിച്ചു. ആക്രമണത്തിന് ഇരയായ വിദ്യാർത്ഥികളിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും പ്രതികൾ മദ്യപിക്കുന്നതിനായി പണം വാങ്ങുമായിരുന്നു. സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകൾ പോലും വിവരങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദ്രനെ കട്ടിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. കസ്റ്റഡിയിലായിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചായി അന്വേഷണ സംഘം വെളിപ്പെടുത്തി. പ്രതി ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. 21 രാത്രി ശ്രീതുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ശ്രീതു മുറിയിലെത്തിയെങ്കിലും ദേവേന്ദു കരഞ്ഞാൽ ശ്രീതു തിരികെ പോയി. തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കട്ടിലെടുത്തിട്ടെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. തൃപ്പൂണിത്തുറ ഏരൂരിൽ പെരുക്കാട് തമ്പി എന്ന് വിളിക്കുന്ന സനലിനെ കായൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്ത് ജിഷി പിടിയിൽ. സനലും ജിഷിയും തമ്മിൽ മദ്യപാനത്തിനിടെ അടിപിടി ഉണ്ടായെന്നും അതിനെ തുടർന്നാണ് കൊലപാതകം നടന്നെന്നും പോലീസ് പറയുന്നു.
ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ ചേർത്തല മുട്ടം പണ്ടകശാലപ്പറമ്പിൽ വിസി സജി ഞായറാഴ്ചയാണ് മരിച്ചത്. അച്ഛൻ്റെ മർദ്ദനമേറ്റമാണ് മരണമെന്ന് മകൾ പോലീസിൽ പരാതി നൽകിയുടൻ അന്വേഷണം ആരംഭിക്കുന്നത്. അമ്മയെ അച്ഛൻ മർദ്ദിക്കുന്നതിന് മകൾ സാക്ഷിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പാലക്കാട് കല്ലടിക്കോട് ഫെബ്രുവരി 5 കല്ലടിക്കോട് സ്വദേശിയായ റിൻസി ആത്മഹത്യ സംഭവത്തിൽ ഭർത്താവിനെയും പെൺസുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. റിൻസിയുടെ ഭർത്താവ് ഷഫീസ്, പെൺസുഹൃത്ത് ജംസീന എന്നിവരാണ് ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു. ഫ്രാൻസിന്റെ സഹായത്തോടെ കൂടുതൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള പ്രാരംഭ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. മാർസയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് മോദിയും ഇമാനുവൽ മക്രോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരായി കണ്ടെത്തിയ ഇന്ത്യൻ പൗരനോട് അങ്ങേയറ്റം മനുഷ്യദ്രോഹമായി പെരുമാറുകയും നാടുകടത്തുകയും ചെയ്താൽ പഴയ സുഹൃത്തും അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം ചോദിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഇനി ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് പറയണമെന്നും ഖാർഗെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്തുൾപ്പെടെ നൽകുന്ന സൗജന്യങ്ങളുടെ പരാത ജീവികളല്ലേ സൃഷ്ടിക്കുന്നതെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപന കാരണം ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാകില്ലെന്നും ജോലി ചെയ്തില്ലെങ്കിലും സൗജന്യ റേഷൻ സർക്കാർ നൽകുകയാണെന്നും ജസ്റ്റിസ് BR ഗവായി ചൂണ്ടിക്കാട്ടി. സിഖ് കലാപവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൂടി മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് നടക്കുന്ന കുംഭമേളയിലെ തിക്കിലും തിരക്കിലും എത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന കണക്കുകൾ പുറത്തുവിടാൻ യോഗി സർക്കാർ തയ്യാറാകില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രയാഗ് രാജിലെ മഹാകുംഭ നഗറിൽ മാഘ് പൂർണിമയിൽ പുണ്യസ്ഥാനത്തിനെത്തുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓപ്പറേഷൻ ചതുർഭുജ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനമില്ലാതെ വെടിയുതിർത്തതായി സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന നാസ ശാസ്ത്രജ്ഞനായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മാർച്ചിൽ തിരിച്ചെത്തും. പലസ്തീനികളെ ഗാസയിൽ മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് അറബ് ലീഗ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ റഷ്യയും ഉക്രൈനും ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇരു രാജ്യങ്ങളും പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ പരസ്പര കൈമാറ്റം എന്ന നിർദ്ദേശം ഉക്രൈൻ മുന്നോട്ട് വയ്ക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനെപ്പറ്റി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും സംസാരിച്ചെന്നും ട്രംപ് പറഞ്ഞു. ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും സ്വർണം. 4x400 മിക്സഡ് റിലേയിലാണ് കേരളം സ്വർണം നേടിയത്. മനു TS, നേഹ കെ, ബിജോയ് ജെ, അൻസാ ബാബു എന്നിവരാണ് സ്വർണം നേടിയത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യ. പരമ്പരയിൽ 3 മത്സരങ്ങൾ ജയിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ 3ാമത്തെ മത്സരം 150 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമായി. എന്നാൽ 110 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 70 റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും 52 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെയും കരുത്തിൽ ഇന്ത്യ 356 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് 214 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പരമ്പരയിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ശുഭ്മാൻ ഗില്ലാണ് മാൻ ഓഫ് ദി മാച്ച്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.